ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. വമ്പൻ ഓഫറുമായി എയർടെൽ 17,000 രൂപയുടെ പെർപ്ലക്സിറ്റി പ്രോ സൗജന്യമായി നൽകാനൊരുങ്ങി എയർടെൽ. ഇതാദ്യമായാണ് AI പ്ലാറ്റ്ഫോമിന്റെ സബ്സ്ക്രിപ്ഷൻ ഒരു കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. AI അധിഷ്ഠിത സെർച്ച് എഞ്ചിനാണ് പെർപ്ലക്സിറ്റി. AIയുടെ സഹായത്തോടെ ഇതുവഴി ഇന്റർനെറ്റിൽ വിവരങ്ങൾ തിരയാം. GPT 4.1, ക്ലോഡ് 4.0, സോണറ്റ് പോലുള്ള മുൻനിര AI മോഡലുകളാണ് ഇതിനായി കമ്പനി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. പെർപ്ലക്സിറ്റി പ്രോയ്ക്കൊപ്പം ഗൂഗിൾ, ഓപ്പൺ AI, ആന്ത്രോപിക് തുടങ്ങിയവയും മോഡലുകളായി മാറി ഉപയോഗിക്കാം. 300 AI സെർച്ചുകൾ നടത്താൻ പെർപ്ലക്സിറ്റി AI ഉപയോഗിച്ച് സാധിക്കും. ഡോക്യുമെന്റുകളും ഫയലുകളും അപ്ലോഡ് ചെയ്ത് വിശകലനം ചെയ്യാം. DALL-E പോലുള്ള ടെക്സ്റ്റ് ടു ടെക്സ്റ്റ് ഇമേജ് ജനറേറ്ററുകളും ഇതിൽ ലഭ്യമാണ്. 17,000 രൂപയാണ് ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷന് വേണ്ടത്. എയർടെൽ താങ്ക്സ് ആപ്പ് വഴിയാണ് ഇത് എടുക്കാനാവുക. യോഗ്യതയുള്ള ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ഈ ഓഫർ ലഭിക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വൻ നവീകരണത്തിനൊരുങ്ങി സ്റ്റാർലിങ്ക്. 2026 മുതൽ കൂടുതൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കും. സ്റ്റാർലിങ്ക് നെറ്റ്വർക്കിന്റെ വേഗം 10 മടങ്ങിലേറെ വർദ്ധിക്കും. 2026 മുതൽ നിക്ഷേപിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള പുതിയ തലമുറ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ സ്റ്റാർലിങ്ക് നെറ്റ്വർക്കിന്റെ അടുത്തഘട്ട നവീകരണത്തോടെ നിലവിലുള്ളതിനേക്കാൾ 10 മടങ്ങിലേറെ വേഗം കൈവരിക്കുമെന്ന് റിപ്പോർട്ട്. സ്റ്റാർലിങ്ക് ഇതിനകം 100-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. നിലവിൽ ലോകമെമ്പാടുമായി 6 ദശലക്ഷത്തിലധികം ഉപഭോക്താക്കളാണ് ഉള്ളത്. ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്ററിന്റെ അനുമതി ലഭിച്ചതോടെ സ്പെക്ട്രം ക്ലിയറൻസുകൾ പൂർത്തിയാക്കി വരികയാണ്. 2025 അവസാനത്തോടെയോ 2026 അവസാനത്തോടെയോ ഇന്ത്യയിൽ സേവനം ലഭ്യമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2030 വരെ ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് പ്രവർത്തിപ്പിക്കാൻ സ്റ്റാർലിങ്കിന് അനുമതി ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലാപ്ടോപ്പും ഫോണുകളും ഇനി ഒരേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം OS-ൽ ലഭിക്കും. ആൻഡ്രോയിഡും ക്രോം OS-ഉം ലയിപ്പിക്കുമെന്ന് ഗൂഗിൾ അറിയിച്ചു. ഗൂഗിൾ ആൻഡ്രോയിഡ് ഇക്കോസിസ്റ്റം പ്രസിഡന്റ് സമീർ സാമത്താണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സാങ്കേതിക പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതോടെ ലാപ്ടോപ്പുകൾ, ടാബ്ലറ്റുകൾ, ഫോണുകൾ എന്നിവയുടെ സോഫ്റ്റ്വെയർ നിർമ്മിതിയിൽ ഗൂഗിൾ സമൂല മാറ്റം കൊണ്ടുവരും. ക്രോം ബുക്കുകൾ ഉൾപ്പെടെയുള്ള ചില ഉപകരണങ്ങൾക്ക് വേണ്ടി ഗൂഗിൾ വികസിപ്പിച്ച ക്ലൗഡ് അധിഷ്ഠിത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ക്രോം OS. വളരെ കുറഞ്ഞ അളവിലുള്ള ലോക്കൽ സ്റ്റോറേജ് മാത്രമാണ് ഇതിന് ആവശ്യമുള്ളത്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, വെബ് ആപ്പുകൾ എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഇതിന്റെ പ്രവർത്തനം. ആൻഡ്രോയിഡ് ആകട്ടെ എല്ലാവർക്കും സുപരിചിതമാണ്. സ്മാർട്ട് ഫോണുകൾക്ക് വേണ്ടിയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ്. ഈ 2 പ്ലാറ്റ്ഫോമുകളെയാണ് ഒറ്റ പ്ലാറ്റ്ഫോമായി ലയിപ്പിക്കുന്നത്. ലാപ്ടോപ്പുകൾ, ടാബ്ലറ്റുകൾ, സ്മാർട്ട് ഫോണുകൾ ഉൾപ്പെടെ ഉപകരണങ്ങളിലുടനീളം കൂടുതൽ സുഗമമായ അനുഭവം ഉപഭോക്താക്കൾക്ക് ലഭിക്കും. ആപ്പിൾ ഇക്കോസിസ്റ്റത്തിന് സമാനമായ അനുഭവം ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്ക് നൽകാൻ ഇതുവഴി ഗൂഗിളിന് സാധിക്കും. എന്നാൽ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് അവതരിപ്പിക്കുമെന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.